ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ട്രേസിങ്ങിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അതായത് നമ്മൾ പല ഇമേജസ് നമ്മൾ ട്രേസ് ചെയ്യാറുണ്ടല്ലോ, ചെറിയ ബുക്സ് നോക്കിയിട്ടാണെങ്കിലും അതൊക്കെ ട്രേസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ചെറിയ ഇമേജ് അല്ലെങ്കിൽ റെഫറൻസ് ഇമേജ് അല്ലെങ്കിൽ ആരുടെയെങ്കിലും പെയിൻറ്റിങ്സൊക്കെ നമ്മൾ കൂടുതലിപ്പോൾ റെഫർ ചെയ്യുന്നത് ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലായിരിക്കും. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് എങ്ങനെ വലുതാക്കി ട്രേസ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ കുറച്ച് നാൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള മ്യൂറൽ പെയിൻറ്റിങ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്ലൈനാണ് ഞാൻ ഇന്ന് എങ്ങനെ ട്രേസ് ചെയ്യുന്നത് കാണിക്കാൻ പോകുന്നത്. ഈ പെയിൻറ്റിങ് ഞാൻ ക്യാൻവാസിലാണ് ട്രേസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഏത് പേപ്പറിലാണോ ട്രേസ് ചെയ്യുന്നത് അതിന് മുമ്പ് നമുക്ക് ഈ ഒരു പെയിൻറ്റിങ് അല്ലെങ്കിൽ ഏതൊരു പെയിൻറ്റിങ് ആണെങ്കിലും റെഫറൻസ് ഇമേജ് ആണെങ്കിലും അതിന് മുന്നേ നമുക്ക് അതിൻ്റെ ഒരു റഫ് സ്കെച്ച് റെഡിയാക്കണം. അതിന് വേണ്ടി ഞാനിവിടെ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. എല്ലാവരുടെയും കയ്യിലും A4 സൈസ് പേപ്പർ ഉണ്ടാവും. ഇനി അതില്ലെങ്കിൽ നിങ്ങൾക്ക് ട്രേസിങ് പേപ്പർ യൂസ് ചെയ്യാം. അതായത് ബട്ടർ പേപ്പറോ ട്രേസിങ് പേപ്പറോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതെല്ലാം സ്റ്റേഷനറി കടയിലൊക്കെ അവൈലബിൾ ആണ്. ഞാനിത് ലാപ്ടോപ്പിൻ്റെ മുകളിൽ വെച്ചിട്ടാണ്, ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ട്രേസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ മാർക്കർ പെന്നാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മാർക്കർ പെന്നോ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്കെച്ച് പെൻ യൂസ് ചെയ്യാം. അതുപോലെ ഈ പേപ്പർ ഒട്ടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്യാം. പിന്നെ ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് വരയ്ക്കാൻ പോകുന്ന ഇമേജ് എത്ര വലുപ്പത്തിൽ വരയ്ക്കണം എന്നുള്ളൊരു ഐഡിയ വേണം. ഇപ്പോൾ ഞാനിവിടെ ഈ കൃഷ്ണൻ്റെ ഈ ഒരു പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത് കൃഷ്ണൻ്റെ ടോപ്പ് മുതൽ താഴെ ആ ഡീറ്റെയിലിംഗ് വരെയുള്ള മെഷർമെൻറ്റ് നോക്കണം ആദ്യം. അപ്പോൾ അതിന് ഏകദേശം ഒരു 30-32 സെൻറ്റിമീറ്ററോളം ലെങ്ത് ഉണ്ട്. അതേപോലെ നമ്മൾ അതിൻ്റെ വീതിയും നോക്കണം. ഞാൻ ഈ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ സൈസാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ചെറിയ ഇമേജ് എത്ര വലുപ്പത്തിലാണ് നിങ്ങൾ ആദ്യം വരയ്ക്കാൻ പോകുന്നതെന്ന് ആദ്യം ഒരു ഐഡിയ വേണം. അതിനാണ് ഞാൻ ഈ മെഷർമെൻറ്റിൻ്റെ കാര്യം പറയുന്നത്. അതിനുശേഷം നമുക്ക് വീതിയും നോക്കാം. വീതി ഏകദേശം ഏറ്റവും ലെങ്ത്ത് തോന്നിക്കുന്ന ഭാഗങ്ങൾ ആ 2 പോയിൻറ്റും കൂടെ നമ്മൾ മെഷർ ചെയ്തിട്ട് നോക്കണം. ഇതിന് ഏകദേശം ഒരു 24-25 സെൻറ്റിമീറ്റേഴ്സിനുള്ളിൽ വരുന്നതാണ് ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇമേജിൻ്റെ ഏകദേശം നീളവും വീതിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കൃത്യം ഇമേജിലല്ല നമ്മൾ വരയ്ക്കുന്നത്. ഇതിനേക്കാളും ഇതിൻ്റെ ഈ ഒരു പെയിൻറ്റിങ്ങിന് മുകളിലും താഴെയും ലെഫ്റ്റിലും റൈറ്റിലും സ്പേസ് ഇട്ടിട്ട് വേണം നമ്മൾ എപ്പോഴും ഒരു ഇമേജ് വരയ്ക്കാൻ. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ്ങിൽ ഏകദേശം നമ്മൾ 2 A4 സൈസ് പേപ്പറിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് സിംഗിൾ ഷീറ്റായിട്ട് ഇത്രയും വലിയ പേപ്പർ കിട്ടുകയാണെങ്കിൽ അതാണ് കുറച്ചും കൂടെ നല്ലത്. പക്ഷേ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും കിട്ടുന്നൊരു സംഭവം A4 സൈസ് പേപ്പറാണ്. അതുകൊണ്ടാണ് ഈ ഒരു പേപ്പർ സൈസിൽ ഞാൻ കാര്യം പറയുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് A4 സൈസ് പേപ്പറിൻ്റെ കൂടെ തന്നെ അതേ വലുപ്പത്തിൽ, ഏകദേശം അതേ വലുപ്പത്തിലൊക്കെ കിട്ടുന്നതാണ് കാർബൺ പേപ്പർ. അതേപോലെ നമുക്ക് 2 യെല്ലോ കാർബൺ പേപ്പർ വേണം. നിങ്ങൾക്ക് ഏത് കാർബൺ പേപ്പർ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് യെല്ലോ കാർബൺ പേപ്പറാണ്. കാരണം മൈൽഡായിട്ട് നമുക്ക് ഔട്ട്ലൈൻ നമുക്ക് വരച്ചെടുക്കാം. ഡാർക്ക് ലൈൻസ് ഒന്നും നമുക്ക് വരില്ല. ഇൻ കേസ് എന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് യെല്ലോ ലൈൻസ് ആണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ് നമുക്ക് മിസ്റ്റേക്സൊക്കെ റെക്ടിഫൈ ചെയ്യാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ലാപ്ടോപ്പിൽ നമ്മൾ ഇതായിട്ട് റഫ് സ്കെച്ച് വരയ്ക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഏത് ഇമേജാണോ റഫ് സ്കെച്ച് ഇടേണ്ടത് അത് നമ്മൾ ആദ്യം ലാപ്ടോപ്പിൽ മൈക്രോസോഫ്റ്റ് പിക്ചർ മാനേജറിൽ ഓപ്പൺ ചെയ്യുക. കാരണം അതിൽ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് എത്രത്തോളം സൂം ചെയ്യാന്നുള്ളത്, സൂം ലെവൽ എത്ര വാല്യൂസ് ആണെന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റുള്ളൂ. പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ നമ്മുടെ സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടി വയ്ക്കുക. കൂട്ടി വെച്ചാൽ മാത്രമാണ് നമുക്കതിൻ്റെ ഔട്ട്ലൈൻസ് പ്രോപ്പറായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ സൂം ചെയ്തിരിക്കുന്നത് 30%, അതായത് 30% സൂം സൈസാണ് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിലും വലിയതായിട്ട് വരയ്ക്കണമെങ്കിൽ അതുപോലെ സൂം സൈസ് കൂട്ടിയിടാം. 40 45 50 വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിയിടാം. അതിനുശേഷം നമ്മൾ ട്രേസിങ് പേപ്പർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ട്രേസിങ് പേപ്പർ വെച്ച് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ഔട്ട്ലൈൻ വരയ്ക്കുക, അല്ലെങ്കിൽ A4 സൈസ് പേപ്പർ യൂസ് ചെയ്യുക. ഈ ഇമേജ് ഓൾറെഡി ഞാൻ കമ്മ്യൂണിറ്റി ടാബിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്ന് പറയുകയാണെങ്കിൽ വളരെ എല്ലാവരും ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ്. ചിലർ മൊബൈൽ ഫോണിൽ നിന്ന് ട്രേസ് ചെയ്യും. അതേപോലെ ഇത് വലിയ ഇമേജായിട്ട് വരയ്ക്കാൻ വേണ്ടി നമുക്കത് ലാപ്ടോപ്പിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ നിന്ന് ട്രേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഭയങ്കര എളുപ്പമുള്ളൊരു മെത്തേഡാണ്. എളുപ്പം ഇൻ ദ സെൻസ് കുറച്ച് പേഷ്യൻസ് വേണം, കുറച്ച് ക്ഷമ വേണം. നമ്മൾ ചെറിയൊരു ഇമേജ് വരച്ചെടുക്കുന്ന പോലെ സ്പീഡിലൊന്നും ചെയ്തെടുക്കാൻ പറ്റില്ല, കുറച്ച് ക്ഷമ വേണം. അപ്പോൾ ഞാനിവിടെ ഒരു A4 സൈസ് പേപ്പർ ഈ ഒരു ബോർഡർ കണക്കാക്കി, ഒരു മാർക്കിംഗ് പോലെ ബോർഡർ കണക്കാക്കിയിട്ട് അതിൻ്റെ ചുറ്റും മാസ്കിംഗ് ടേപ്പ് കൊണ്ട് ഒട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ മെഷർമെൻറ്റ് തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഒരു കോർണറിലാക്കിയിട്ട് വരയ്ക്കുന്നത്.
വേണമെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ നടുക്കായിട്ട് വേണമെങ്കിൽ പൊസിഷൻ ചെയ്യാം. പക്ഷേ നമ്മൾ രണ്ടാമത്തെ പേപ്പർ വയ്ക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വേരിയേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഓറഞ്ച് ബോർഡറിൻ്റെ സൈഡിലായിട്ട് തന്നെ പേപ്പർ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു പ്രോപ്പർ മാർക്കിംഗ് നമുക്ക് കാണാൻ പറ്റും. വൺസ് എല്ലാം മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ച ശേഷം നമുക്ക് മാർക്കർ പെന്നുകൊണ്ടോ അല്ലെങ്കിൽ സ്കെച്ച് പെന്നുകൊണ്ടോ നമുക്ക് ഔട്ട്ലൈൻ ചെയ്യാം. ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ഔട്ട്ലൈൻ ചെയ്യാൻ നമ്മൾ ഒരു ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഔട്ട്ലൈൻസ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അധികം പ്രഷർ കൊടുക്കാതെ വളരെ ജെൻറ്റിലായിട്ട് മാർക്കർ പെന്നുകൊണ്ട് അല്ലെങ്കിൽ സ്കെച്ച് പെന്നുകൊണ്ട് ഔട്ട്ലൈൻ വരയ്ക്കുക. കാരണം നമ്മൾ പേനയോ പെൻസിലോ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ അത്ര നല്ലതല്ല. അപ്പോൾ ഞാൻ മുമ്പും ഇതിനെപ്പറ്റിയൊരു വീഡിയോ ചെയ്തിരുന്നു. ഗ്ലാസ് പെയിൻറ്റിങ്ങിൻ്റെ ഔട്ട്ലൈൻസ് എങ്ങനെയാണ് നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുക, എങ്ങനെയാണ് ലാപ്ടോപ്പിൽ നിന്ന് ട്രേസ് ചെയ്യാമെന്ന് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. അതേ പ്രൊസീജിയർ തന്നെയാണിത്. അത് കാണാത്തൊരു ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. ഇപ്പം ഞാൻ ശരിക്കും വരയ്ക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ക്യാമറ ഉണ്ട്. അപ്പോൾ എനിക്ക് നല്ല കംഫർട്ട് പൊസിഷനിലിരുന്ന് വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ എത്തി വലിഞ്ഞിരുന്നിട്ടാണ് വരയ്ക്കുന്നത്. കാരണം ഇതിൻ്റെ ഒരുപാട് ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് ഫ്ലെക്സിബിളായിട്ട് കൈ വെച്ച് വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. നിങ്ങൾക്ക് വരയ്ക്കുമ്പോൾ ക്യാമറ ഒന്നും ഫ്രണ്ടിൽ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളുടെ ഒരു കംഫർട്ട് പൊസിഷനിലിരുന്ന് വളരെ സമയമെടുത്ത് ജെൻറ്റിലായിട്ട് വരയ്ക്കുക. ഒട്ടും ഫോഴ്സ് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ മാർക്കർ കൊണ്ടോ സ്കെച്ച് പെൻ കൊണ്ടോ വരയ്ക്കുമ്പോൾ ഒട്ടും ഫോഴ്സ് കൊടുക്കേണ്ട കാര്യമില്ല. വളരെ പതുക്കെ നമുക്ക് വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മെത്തേഡിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് പറയുകയാണെങ്കിൽ, വൺസ് നമ്മൾ ഇതിലൊരു യൂസ്ഡായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തും ഏതും ട്രേസ് ചെയ്യാം എന്നുള്ളൊരു ചിന്ത വരും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചെങ്കിലും ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുന്നവർ കഴിയുന്നതും ഈ മെത്തേഡ് ഫോളോ ചെയ്യാതിരിക്കുക. കാരണം നമുക്ക് ആ ഒരു എബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഇനി അതല്ല, ഒട്ടും നമുക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല, ഒട്ടും ശ്രമിച്ചിട്ട് വരയ്ക്കാൻ കഴിയുന്നില്ല, കൈ വഴങ്ങുന്നില്ല, അങ്ങനത്തെ ഒക്കെ കേസാണെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ. മ്യൂറൽ പെയിൻറ്റിങ്ങിന് അത്യാവശ്യം ഒരുപാട് സമയം എടുക്കുന്നൊരു വർക്കാണ്. അപ്പം അങ്ങനത്തെ ഒക്കെ കേസാണെങ്കിൽ നിങ്ങൾക്ക് ട്രേസ് ചെയ്യാം, അതിന് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ കൃഷ്ണൻ്റെ ഫസ്റ്റ് ഹാഫ് നമ്മൾ വരച്ച് കഴിഞ്ഞു. എല്ലാ ഭാഗവും നമ്മൾ ഔട്ട്ലൈൻ ഇട്ട് വരച്ച് കഴിഞ്ഞു. അതൊക്കെ നമുക്കിനി മാസ്കിംഗ് ടേപ്പൊക്കെ മാറ്റാം. അപ്പോൾ നമ്മൾ മാറ്റുന്നതിന് മുമ്പ് എല്ലാ ഭാഗവും പ്രോപ്പറായിട്ട് കവർ ചെയ്തിട്ടുണ്ടോയെന്ന് ഉറപ്പും കൂടെ വരുത്തണം കേട്ടോ. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. നമുക്കിനി സെക്കൻഡ് ഹാഫിന് വരയ്ക്കാനുള്ള പേപ്പർ നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം വരച്ചപ്പോൾ നമ്മൾ ഈ കൈയിൻ്റെ താഴത്തെ പോർഷൻ, അതേപോലെ തന്നെ നമ്മൾ ചെറുവിരലിൻ്റെ താഴത്തെ പോർഷൻ, നമ്മളൊരു മാർക്കിംഗ് നമ്മൾ തന്നെ ആയിട്ട് കൊടുക്കണം. ഏത് ഭാഗത്ത് വെച്ചാൽ നമ്മൾ നിർത്തിയിരിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് വേണം. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് വേണം ഔട്ട്ലൈൻ ഇടാൻ. അപ്പോൾ നമ്മൾ എവിടെ വെച്ചിട്ടാണ് ആദ്യത്തെ ഹാഫ് വരച്ച് നിർത്തിയത് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ടാണ് നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ സ്ക്രോൾ ആവുകയുള്ളൂ. എവിടെ വെച്ച് നമുക്കത് മൗസ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ കറക്റ്റ് പൊസിഷൻ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് താഴത്തെ ഭാഗത്ത് A4 സൈസ് ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ഒട്ടിച്ച പോലെ തന്നെ അതേപോലെ തന്നെ ഇവിടെയും സെയിം പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്യുക. ജസ്റ്റ് നമ്മൾ ബോർഡറിൽ ഒട്ടിച്ചിട്ട് ജസ്റ്റ് മാസ്കിംഗ് ടേപ്പ് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ എവിടെയൊക്കെയാണ് ഔട്ട്ലൈൻ വരുന്നത് ആ ഭാഗത്ത് ഒഴിവാക്കിയിട്ട് വേണം മാസ്കിംഗ് ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാൻ. കാരണം ഇത് ആദ്യം വരച്ച പിക്ചറിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഇറക്കി വേണം A4 സൈസ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കാൻ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇനി നേരത്തെ ചെയ്തിട്ടുള്ള സെയിം പ്രൊസീജിയർ തന്നെ എല്ലാ ഔട്ട്ലൈൻസും പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്തിട്ട് ജസ്റ്റ് മാർക്കർ പെന്നുകൊണ്ടോ സ്കെച്ച് പെന്നുകൊണ്ടോ ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ജസ്റ്റ് റഫായിട്ട് വരച്ച് കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ പ്രോപ്പറായിട്ട് ഔട്ട്ലൈൻ നോക്കി അതിൽ കൂടെ മാത്രം വരയ്ക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് ഹാഫും കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. നമുക്കിനി പതുക്കെ മാസ്കിംഗ് ടേപ്പ് ഊരി മാറ്റാം.
അപ്പോൾ പേപ്പറിൽ നമ്മൾ മാസ്കിംഗ് ടേപ്പ് ഒട്ടിക്കുമ്പോൾ വലിയ പ്രശ്നമില്ല, പേപ്പറൊന്നും അധികം അങ്ങനെ പറഞ്ഞു പോരില്ല. അതുകൊണ്ടാണ് സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞു പോരും. മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ച് ആ ഒരു പ്രശ്നമില്ല, അതുകൊണ്ടാണ് ഞാനിവിടെ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ 2 പീസ് ഓഫ് പേപ്പർ നമുക്കൊന്ന് ചേർത്ത് വെച്ച് നോക്കാം. അങ്ങനെ നമ്മുടെ പടം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 2 പടവും കൂടി നമുക്ക് മാസ്കിംഗ് ടേപ്പ് വെച്ച് തന്നെ 2 പടവും കൂടെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി മാസ്കിംഗ് ടേപ്പ് കൊണ്ട് താഴത്തെ ഭാഗത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കറക്റ്റ് പൊസിഷൻ നോക്കിയിട്ട് നമ്മൾ താഴത്തെ പോർഷനും കൂടെ ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ വലിയൊരു സിംഗിൾ ഷീറ്റ് ആണെങ്കിൽ ഈ പരിപാടിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ, നമുക്ക് ഒറ്റയടിക്ക് അങ്ങ് വരച്ചെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് 2 A4 സൈസ് ഷീറ്റിൽ വെച്ച് കാണിച്ചു തന്നു മാത്രം. അപ്പോൾ നമുക്ക് നമ്മുടെ റഫ് സ്കെച്ച് റെഡിയായി. ഇനി നമുക്ക് നമ്മൾ ക്യാൻവാസിലാണ് വരയ്ക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും പേപ്പറിലാണ് വരയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേപ്പറിലേക്ക് നമ്മൾ നമ്മുടെ യെല്ലോ കാർബൺ പേപ്പറും ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ യെല്ലോ കാർബൺ പേപ്പറും നേരത്തെ നമ്മുടെ ഈ ഒരു A4 സൈസ് ഒട്ടിച്ച പോലെ തന്നെ 2 പേപ്പറും ഒരുമിച്ച് അങ്ങ് ഒട്ടിക്കുക. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, കാർബൺ പേപ്പർ വെച്ചിട്ട് പിന്നെ എങ്ങനെ ട്രേസ് ചെയ്യേണ്ടത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഏത് പേപ്പറിലാണ് നമ്മൾ ക്യാൻവാസിലോ എവിടെയാണ് വരയ്ക്കണതെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലേക്ക് ഈ ഒട്ടിച്ച കാർബൺ പേപ്പറും കൂടെ വെച്ച ശേഷം നമ്മുടെ റഫ് സ്കെച്ച് മുകളിൽ വയ്ക്കുക. അപ്പോൾ റഫ് സ്കെച്ചും അതേപോലെ കാർബൺ പേപ്പറും അതിൻ്റെ താഴെയുള്ള ക്യാൻവാസും അതും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഈ 3 പേപ്പറും കൂടെ നമ്മൾ മാസ്കിംഗ് ടേപ്പോ അല്ലെങ്കിൽ സെല്ലോ ടേപ്പോ എന്തെങ്കിലും വെച്ച് പ്രോപ്പറായിട്ട് സെക്യൂർ ചെയ്തതിന് ശേഷം ട്രേസ് ചെയ്യുക. പേനയോ പെൻസിലോ കൊണ്ട് ട്രേസ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കണം. ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടെക്നിക്ക് ഫോളോ ചെയ്തിട്ട് ഔട്ട്ലൈൻ പ്രോപ്പറായിട്ട് വരയ്ക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും സക്സസ് ആയിട്ടുണ്ടെങ്കിലും ജസ്റ്റ് എന്നെ ഒന്ന് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്